പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വീണ്ടും കടന്നു വരുവാൻ, തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെയും വിശ്വസ്തതയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ അഥവാ ക്രിസ്തീയ ജീവിതത്തിൽ തളരുന്നവരും വളരുന്നവരും ഉണ്ട്. ഈ വളരുന്നവരെയും തളരുന്നവരെയും വേർതിരിച്ച് ആർക്ക് കാണാൻ കഴിയും? ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ഇന്നാര് തളരുന്നവരാണ്, ഇന്നാര് വളരുന്നവരാണ് എന്ന് വേർകൃത്യപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യുവാൻ ആരെക്കൊണ്ട് സാധിക്കും? മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ അങ്ങേപ്പുറത്ത് ദൈവം ഒരു വ്യക്തിയെ കൂടെ ഭൂമിയിൽ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യക്തി മറ്റാരുമല്ല, അവനവൻ തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, എന്നോടൊപ്പം ഇരിക്കുന്ന ഒരു വ്യക്തി വിശ്വാസത്തിൽ വളരുന്നവനോ തളരുന്നവനോ എന്ന് ഗണിക്കുവാനും ക്ലാസിഫൈ ചെയ്യുവാനും, അല്ലെങ്കിൽ അവന് വളരുന്നവനെന്നും തളരുന്നവനെന്നും പേർ വിളിക്കുവാനും എനിക്ക് അധികാരം ദൈവം തന്നിട്ടില്ല. അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത്, പരീക്ഷ കണ്ടും കൊണ്ട് ഓടിപ്പോകുന്നവനല്ല, ഒളിച്ചോടുന്നവനല്ല, അതിനെ അഭിമുഖീകരിക്കുവാൻ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ച് അതിനെ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. അവനെ എന്തുകൊണ്ട് ഭാഗ്യവാനെന്ന് വിളിക്കുന്നു? അവനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുവാനുള്ള ഒരു യോഗ്യത അവൻ നേടിയിരിക്കുന്നു എന്ന് ദൈവത്താൽ സാക്ഷീകരിക്കപ്പെടുന്നു. ദൂതന്മാർ അവനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. ഇവൻ പരിശോധനയിൽ നിലനിന്നവൻ, പരീക്ഷ സഹിച്ചവൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശിഷ്യന്മാരുടെ ഇടയിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതായ സുവിശേഷം അവരുടെ കിട്ടിയത് കൊണ്ടും യേശു പറയുന്ന കാര്യങ്ങളെയൊക്കെ കേട്ടനുഗമിക്കുന്നത് കൊണ്ടും പിതാവായ ദൈവത്തോടുള്ളതായ ഒരു ബന്ധവും പ്രാർത്ഥിപ്പാനുള്ള ഒരു അധികാരവും അവകാശവും അറിവുമൊക്കെ അവർക്ക് ലഭിച്ചതിനാൽ എന്തൊക്കെയോ ഭൂമിയിൽ പ്രത്യേക ഒരു പദവി അവർക്ക് ലഭിക്കും, ഒരു സംരക്ഷണം അവർക്ക് ലഭിക്കും എന്ന് അവർക്കൊരു മിഥ്യാബോധമുണ്ടായിരുന്നു. അങ്ങനെ അവരിലെ മിഥ്യാബോധം കണ്ടുകൊണ്ട് കർത്താവ് അവരോടും ശിഷ്യന്മാരോടും യേശുവിനെ അനുഗമിച്ച ജനങ്ങളോടുമായി കർത്താവ് പറയുകയുണ്ടായി, നോക്കൂ, നിങ്ങൾ പെരുമഴയെ കണ്ടിട്ടില്ലേ? ഈ പെരുമഴ വാസ്തവത്തിൽ നീതിമാന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ആ പെരുമഴ മൂലം ഉണ്ടാകുന്നതായ നാശനഷ്ടങ്ങൾ കേവലം ദുഷ്ടന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ദൈവം ഭൂമിയിൽ മഴ പെയ്യ്ക്കുമ്പോൾ ആ മഴ ഇന്നാർക്ക് വേണ്ടി എന്ന് പറഞ്ഞല്ല പെയ്യിക്കുന്നത്, അത് ദുഷ്ടനും നീതിമാനും വേണ്ടി ആണ്. ഈ അനുഭവത്തെ ഇയ്യോബ് രണ്ട് രീതിയിൽ തരംതിരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് തിരുവചനത്തിൽ നിന്ന് ഇന്ന് ദൈവാത്മാവ് ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്നതായ വേദഭാഗം. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കുന്നു, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. എന്താണ് ഈ 6 കഷ്ടം എന്ന് പറഞ്ഞാൽ? ഈ ഭൂമിയിലെ സകല പ്രകൃതി ദുരന്തങ്ങളും കഷ്ടങ്ങളും യാതനകളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഇല്ലായ്മകളും പോരായ്മകളും താഴ്ചയും വീഴ്ചയും എല്ലാ സംഗതികളും, എല്ലാ വേദനയും മഹാമാരിയും എല്ലാം നിനക്കും ദുഷ്ടനും വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. അതിന്മേൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചും കൊണ്ട് നീ അതിനെ നേരിടുവാൻ നീ ശക്തനാകണം എന്ന് പറയുമ്പോൾ നീ 6 ദിവസം ദൈവം തരുന്നതായ വിടുതലിന് യോഗ്യനായിത്തീരുന്നു. എന്നാൽ ഇവയെ കണ്ടുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവകിരീടത്തിൻ്റെ യോഗ്യനാക്കി നിന്നെ പ്രസ്താവിക്കുന്നത് 7-ാമത്തേത്. അവിടെ തിന്മ നിന്നെ തൊടുകയില്ല. തിന്മയ്ക്ക് നിന്നെ തൊടുവാനുള്ള അവകാശം അവിടെയില്ല. കാരണം ഈ ലോക ജീവിതത്തിലെ 6 ദിവസം എന്ന് പറയുന്നതായ ആ വിഭാഗത്തിൽ നീ ജയാളിയായി തീർന്നിരിക്കുന്നു. 6 ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ മനുഷ്യന് സ്വയമായി ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ച്
ജയം പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥാപിത നിയമ സമയം. 7 പറയുന്നത് അത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തി. പരീക്ഷകളെ സഹിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന അവകാശത്തിന് യോഗ്യനാക്കി മനുഷ്യനെ പ്രസ്താവിക്കുന്ന ദിവസമാണ് 7-ാം ദിവസം. അത് ദൈവത്തിൻ്റെ ദിവസം. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാനത് വ്യക്തമായി മനസ്സിലാക്കാം. ഏതാണ്ട് 65 വർഷത്തിന് മുമ്പ് ഒരു യേശുദാസൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ കല്ലടയാറ്റിൽ കുളിക്കാൻ ഇറങ്ങി. താൻ തനിയെ ഉണ്ടായിരുന്നുള്ളൂ. അബദ്ധവശാൽ കാൽ വഴുതി ശ്രദ്ധക്കുറവ് കൊണ്ട് ആഴിയിൽ വീണുപോയി. അങ്ങനെ കയത്തിൽ വീണപ്പോൾ ഒരു ചുഴിയിൽപ്പെട്ടു. പെട്ടെന്ന് ശക്തമായ ഒഴുക്കിൽപ്പെട്ട ആ ചുഴി തന്നെ വട്ടം കറക്കി ആ ആഴിയുടെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ മുഴുവനും ഓരോ മരങ്ങളുടെ, ആ ആറിൻ്റെ കരയ്ക്ക് നിന്ന മരങ്ങളുടെ ശക്തിയേറിയ വേരുകൾ പടർന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു. ആ വേരുകൾക്കിടയിൽ തൻ്റെ കാലുകൾ ചമ്മണപ്പൂട്ടിട്ടതുപോലെ കുരുങ്ങിപ്പോയി. രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോൾ താൻ ആഴിയിൽ കിടന്നുകൊണ്ട് താൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ആഴിയിൽ പെട്ടുപോയാൽ വിശുദ്ധനെന്നില്ല, അശുദ്ധനെന്നില്ല, നീതിമാനെന്നില്ല, അല്ലെങ്കിൽ അധർമ്മിയെന്നില്ല, ഇവരെ ഒന്നും വേറുകൃത്യപ്പെടുത്തി ഈ ആഴിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ വേരുകളുടെ ശക്തിക്ക് അതിൻ്റെ കെട്ടിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുവാൻ അതിന് പ്രത്യേകമായ വ്യവസ്ഥകളൊന്നും കൊടുത്തിട്ടില്ല. അവിടെ വന്ന് പെടുന്നവൻ മരണം വരിക്കേണ്ടത് നിയമം തന്നെ. അപ്രകാരം ഞാനും ഈ മരണത്തിനായി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് താൻ ദൈവത്തോട് പറഞ്ഞു. അത് 6 ദിവസം. തന്നിലെ 7-ാമത്തെ ദിവസം എന്ന് പറയുന്നതായ ഒരു സത്യം. വീണ്ടും താൻ ദൈവസന്നിധിയിൽ പെട്ടെന്നൊരു ആത്മനിയോഗിതനായി ആഴിയുടെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് താൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഇതൊക്കെ ആണെങ്കിലും, ഇങ്ങനെ വരുന്നവർ, ഇങ്ങനെ അകപ്പെടുന്നവർ മരിക്കുമെന്നുള്ളതൊരു സത്യമാണെങ്കിലും ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. ഒരു വിശുദ്ധൻ ഇങ്ങനെയാണോ മരിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് വേണ്ടി മരിക്കുവാൻ ഇറങ്ങിയത് സത്യം, പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ മരിക്കേണ്ടത് എന്ന് ദൈവത്തോട് താൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ, ദൈവം കേട്ടപ്പോൾ, പെട്ടെന്ന് തന്നിലൊരു ആത്മപരിവേഷം തനിക്ക് അനുഭവപ്പെടുവാനിടയായി. ആ വേരുകൾക്കിടയിൽ നിന്ന് തൻ്റെ കാലുകൾ ആത്മാവിൽ നിറഞ്ഞ് താൻ സ്വയം അഴിഞ്ഞു മാറി. അടുത്തതായി ആ ചുഴി തന്നെ ആ ആഴത്തിൽ നിന്ന് ഉയരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഇത് 7-ാമത്തെ കഷ്ടം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. കാരണം നീ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്കായി ദൈവം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുടെ അനുസരണത്തിനായി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിൽ നിലനിൽക്കുവാൻ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുന്ന വിശുദ്ധനായ മനുഷ്യൻ, വിശ്വാസത്തിൽ വളരുന്നവൻ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു അഭിനന്ദനത്തിൻ്റെ ദിവസം, 7-ാമത്തെ പ്രശംസാ ദിവസം, കിരീടം അവന് കൊടുക്കുന്ന ദിവസം. യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കഷ്ടത്തിലല്ല ദൈവം എന്നെ നിയോഗിച്ചാക്കിയതായ, ഏൽപ്പിച്ചു കൊടുത്തതായ കഷ്ടത്തിലൊക്കെയും എൻ്റെ നാവിനാൽ ഞാൻ പാപം ചെയ്തില്ല. അവൻ പറയുകയാണ്, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വിളയിൽ വരും. ഇന്ന് നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കുന്നു. എങ്ങനെ വിടുവിക്കുന്നു? കൃപയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്ന വിടുതൽ. ഈ 6 കഷ്ടവും ഭൂമിയിലുള്ളതായ കഷ്ടതയാണ്. മറ്റുള്ളവർ അനുഭവിക്കുന്ന അതേ കഷ്ടതയിൽ കൂടിയും വേദനയിൽ കൂടിയും നിനക്കും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർ അത് പിറുപിറുപ്പോടെ സഹിക്കുന്നുണ്ടെങ്കിൽ നീ സന്തോഷത്തോടെ സഹിക്കുവാൻ ബാധ്യസ്ഥൻ. കാരണം ദൈവമാണ് നിന്നെ അവിടെ കൊണ്ടുവന്നതെങ്കിൽ അവിടെ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ദൈവശക്തനാണ്. അവൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നീതിമാനായ ദൈവപുരുഷൻ. അവന്മേൽ ദൈവത്തിനൊരു പ്രത്യാശയുണ്ട്. അവന് വേണ്ടി ദൈവത്തിന് പ്രവർത്തിപ്പാൻ പലതുണ്ട്. അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിക്കുവാൻ, ദുഷ്ടന്മാരോട് സംസാരിക്കുവാൻ ദൈവത്തിന് ചില സന്ദേശങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പലപ്പോഴും വീഴുന്നവരായിരുന്നു, തളരുന്നവരായിരുന്നു, നഷ്ടപ്പെട്ടു പോകുന്നവരായിരുന്നു. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നവരായിരുന്നു. ദൈവത്തോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നവരായിരുന്നു. ദൈവത്തോട് മുറുമുറുക്കുന്നവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയ നമ്മളിൽ വീണ്ടും ദൈവം നീട്ടിത്തന്നതിനാൽ
നമ്മുടെ 6 കഷ്ടങ്ങളുടെ നീളങ്ങൾ പലപ്പോഴും നീണ്ടു പോയി. എന്നാൽ ദൈവത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവപുരുഷന് 6 ദിവസത്തെ കഷ്ടങ്ങൾ, 6 ദിവസത്തെ പരിശോധനകൾ, 6 ദിവസത്തെ ഓരോരോ വിധമായിട്ടുള്ള അനേക പരീക്ഷണങ്ങളുടെ സ്ഥാനങ്ങളിലൊക്കെയും നിലനിൽക്കുവാനും ദൈവസന്നിധിയിൽ വിജയകരമായി അവൻ്റെ ഓട്ടത്തെ ഓടുവാനും അവന് ദൈവം കൃപ കൊടുക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കുന്നു. 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. 6 നിന്റെ അവകാശം, നിന്റെ സ്വാതന്ത്ര്യം, നിനക്കായി ദൈവം തന്നിരിക്കുന്ന അധികാരം. 7-ാമത്തേത് ദൈവം നിനക്കായി വച്ചിരിക്കുന്ന ജീവകിരീടം അണിയിക്കുന്നതായ മഹത്തായ ആ ദിവസം, അഭിനന്ദനത്തിൻ്റെ ദിവസം. ഗാഡ് ബ്ലെസ് യു.